ഈ എപ്പിസോഡിലെ നമുക്കിന്ന് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ചെയ്യാം. ഇത്രയും ദിവസം നമ്മൾ കുറച്ച് ഹെവി ഡിഷസാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റഫ്ഡ് ബറോട്ടയും എന്നാ പറയുന്നത് പുലാവും വെജിറ്റബിൾ ബിരിയാണി പോലെയൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഇച്ചിരി ലൈറ്റ് ഫുഡാണ്. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 2 തരം കട്ട്ലേറ്റാണ്. ഒന്ന് കൂമ്പ് വെച്ചുണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റും ഒന്ന് ഫിഷ് കട്ട്ലേറ്റും. ഇന്ന് നമുക്കിവിടെ കൂമ്പ് വെച്ച് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളൊരു ചെറിയ വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞിട്ട് അതിനകത്ത് എണ്ണ പുരട്ടി വേണം വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ കറ, അതിൻ്റെ ഒരു നാരെല്ലാം കൊത്തുമ്പോൾ തന്നെ അതിൻ്റെ നാര് വരും. ആ നാരും എല്ലാം മാറ്റി എണ്ണ പുരട്ടി വെക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ കറ ചുവയ്ക്കും. പിന്നെ ഇതേപോലെ തന്നെ സവാള കൊത്തി അരിഞ്ഞ് ഏറ്റവും കുഞ്ഞാക്കാമെങ്കിൽ ഒറ്റ സവാള മതി. ഇത്രയും ഒരു ചെറിയ കൂമ്പിന് ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ വേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച്. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയോ, ഒട്ടും ഉരുളക്കിഴങ്ങ് സ്മാഷ് എന്ന് പറഞ്ഞാൽ സ്മാഷ് ടു ദ കോർ. ഇത് ശരിക്കും അത്രയും സ്മാഷ് ആയില്ല. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പൊടിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ കുഴയ്ക്കുമ്പം ഇത് ഏറ്റവും നല്ല സ്മാഷായിട്ട് തന്നെ, ഒരു കുഞ്ഞ് കട്ട പോലും പാടില്ല. അത് വന്നാൽ എന്നാ പറ്റും എന്നറിയാവോ, എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കും. അപ്പം ഏറ്റവും നല്ലതായിട്ട് സ്മാഷ് ചെയ്തെടുക്കാവോ അത്രയും നല്ലതായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടിയത് ഇഞ്ചി ഇതേപോലെ കുഞ്ഞായിട്ട് അരിയണം. എരിവ് അനുസരിച്ച് പച്ചമുളക്. ഇഞ്ചിക്ക് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇച്ചിരി എരിവുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് പച്ചമുളക് ഇടുമ്പോഴും നോക്കിക്കോണം. ഇപ്പം നമ്മുടെ കറിവേപ്പില എന്ന് തന്നെ പറയണം. കാര്യം അതിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഒത്തിരി ഉള്ള സാധനമാണ്, അതുകൊണ്ട് കളയരുത്. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. ഇപ്പോഴും ഞാൻ പറയുക, കാശ്മീരി മുളക് പൊടി ആ ഫസ്റ്റ് പ്രിഫറൻസ്, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതനുസരിച്ച് മുളക് പൊടി ചേർത്തേച്ചാൽ മതി. കുറച്ച് ഗരം മസാല, ഈ പൊടികളുടെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാല ചേർക്കണം. പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടി. പിന്നെ ഈ ഇച്ചിരി ഒരു ഇറച്ചിയുടെ ഒരു ഫ്ലേവർ വേണം എന്ന് പറഞ്ഞത് കൊണ്ട് ഇച്ചിരി വല്ല മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ മസാലയോ ഒക്കെ ഇടുന്നോണ്ട് ദോഷമില്ല. ഇട്ട കുറച്ചുകൂടെ നല്ല ഫ്ലേവറേ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഇടാം. പിന്നെ ഈ കൂമ്പ് ബേസിക്കലി ഒരു വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് മുട്ട ഉപയോഗിച്ച് ഒരിക്കലും അതിനെ ബാറ്റർ ഉണ്ടാക്കി വറുത്തെടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, കുറച്ച് മൈദ. പിന്നെ വേണ്ടിയത് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും വീറ്റ് ബ്രെഡ് നല്ലതാ. മൈദ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെയും ബ്രെഡും മൈദയും കൂടെ ആക്കണ്ട. വീറ്റ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹെൽത്ത് കോൺഷ്യസ് വീറ്റ് ബ്രെഡ് എടുത്തോളൂ. പിന്നെ ഉപ്പ് നമ്മുടെ സ്വാദനുസരിച്ച് ഇട്ടേച്ചാൽ മതി. ഇപ്പം കൂമ്പ് കട്ട്ലേറ്റിനുള്ളതെല്ലാം വ്യക്തമായില്ലേ. ഇതിലോട്ട് ഉള്ളി ഒത്തിരി വഴറ്റൊന്നും വേണ്ട. ഉള്ളി ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഇഞ്ചി മതി. ഇതിനകത്തോട്ട് പിന്നെ പച്ചമുളക്. നമ്മൾ ഇടുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂമ്പ. അന്നേരം ഈ കൂമ്പിന് എന്നാ പറ്റുന്നതെന്നറിയാം, ഒത്തിരി മസാലാസ് ഒന്നും പിടിക്കാനുള്ള ഒരു എന്നാ കപ്പാസിറ്റി കൂമ്പിനില്ല, ഇറച്ചി മീനും പോലെയൊക്കെ. അതുകൊണ്ട് ഇച്ചിരി എല്ലാം ഇട്ടേച്ചാൽ മതി. ഇപ്പൊ കുറച്ച് കറിവേപ്പില ഇങ്ങനെ തനിയെ ഇടല്ലേ, ഇച്ചിരി പിച്ചി ഇടാവുള്ളൂ. ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഇപ്പം ഞാൻ എന്തായാലും ഇച്ചിരി ഉപ്പിടാൻ പോവാം. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ക്ഷമയില്ലെന്ന് കേട്ടോ, ലേശം കുറവാ, അതുകൊണ്ട് ഇച്ചിരി ഉപ്പിടാൻ പോവാം. ഇതിന്റെ പരുവ് എങ്ങനെയാ അറിയുന്ന വെച്ചാൽ, നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ അറിയാം. പക്ഷെ എന്നാൽ ബിഗിനേഴ്സിനോട് പറയുവാണെങ്കിൽ ഒരു കട്ട്ലേറ്റ് ചെയ്യുമ്പം ഇതിന്റെ ആ ഉള്ളി വഴറ്റുന്ന ഒരു പരുവ് എങ്ങനെയാണെന്നറിയാവോ, ഒരു ഇച്ചിരി അടി കിടക്കുന്ന ഉള്ളിയൊക്കെ ഇച്ചിരി മൂത്ത് വരും. അത് തന്നെയാ പരുവ്. ഇപ്പോൾ ഉള്ളി ശരിക്കും നല്ലതായിട്ടൊന്ന് വഴഞ്ഞിട്ടോട്ട് ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇച്ചിരി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പ്. ഈ കൂമ്പിട്ട് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യണമെന്നോ, നല്ലതായിട്ട് സിമ്മാക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പൊടികളിടാം. ഫസ്റ്റ്
മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. നമ്മളിട്ട കൂമ്പിനകത്തോട്ട് ആ പൊടിയൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വേണം. ഇനി നമുക്ക് തീ ഫുൾ ഓഫ് ചെയ്തേക്കുക. ഓഫ് ചെയ്തിട്ട് ഒരു ബൗൾ എടുത്ത് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്നത് അതിലോട്ട് മാറ്റും. നമ്മൾ കൂമ്പ് വഴറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, അതിൻ്റെ ക്വാണ്ടിറ്റി ഇടുന്നതിൻ്റെ അത്രയും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അത് നല്ലോണം ഒന്ന് ചുരുങ്ങും. അതനുസരിച്ച് വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാനേ. ഈ സമയത്ത് കുറച്ച് മല്ലിയില. ഈ കുഴയ്ക്കുന്ന സമയത്ത് അറിയാം നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു തിക്നെസ്സും ലൂസാണോ എന്നുള്ളത്. അതായത് നമ്മൾ ചേർത്ത എണ്ണ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ കട്ട്ലേറ്റിൽ വരും. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസ് ഇല്ലേ, അതിൽ നിന്ന് ഒരു ശകലെടുത്ത് ഇതിലോട്ട് ഇട്ടേച്ചാൽ മതി. ഈ കുഴയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പൊടികളൊക്കെ കുറവാണെങ്കിൽ ഇടാം. അപ്പം നിങ്ങൾ ആലോചിക്കും ഇപ്പം പൊടി ഇട്ടാൽ അത് മൂക്കത്തില്ലല്ലോ എന്നേ. പക്ഷെ ഒരുപാട് ഇടാനല്ല ഞാൻ പറഞ്ഞേ, ഇച്ചിരി ഇടാനാണ് പറഞ്ഞത്. അതെന്നാന്നോ, നമ്മൾ തിരിച്ച് കട്ട്ലേറ്റ് എണ്ണയിലിട്ട് വറക്കുമ്പോഴത്തേന് ആ പൊടി അങ്ങ് മൂത്തോളും. ഇപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്തപ്പോഴത്തേനും അത് കുറച്ച് തിക്ക് ആയി നമ്മുടെ ആ കട്ട്ലേറ്റിൻ്റെ. ഇനി ഈ കട്ട്ലേറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നേ ആയിട്ട് വന്നാൽ നല്ലയാ. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടാൻ പോവാം. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ മൈദ കലക്കേണ്ട കൺസിസ്റ്റൻസി എല്ലാം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ചിലർക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ സ്പൂണൊക്കെ വെച്ച് കലയ്ക്കുക ഭയങ്കര എതവാ. ഈ പറഞ്ഞ കൂട്ട് ഞാൻ അത്രയും മിടിക്കൊന്നും ആയിട്ടില്ല, എനിക്ക് കൈ തന്നെ എപ്പോഴും വാക്ക് കേട്ടോ. ഇനി ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, ഷേപ്പ്. അത് നമുക്ക് എന്നാ ഷേപ്പ് വേണേലും ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും ഒരു റൗണ്ട് മതിയല്ലേ, അതാ എളുപ്പം. ഇത് മൈദയിലേക്ക് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ബ്രെഡ് ക്രംസ്. ഇതേപോലെ എല്ലാ ഉരുളയും നമ്മൾ, ഇതാ എളുപ്പം കേട്ടോ. എപ്പോഴും മൈദ അല്ലെങ്കിൽ മുട്ട ഒക്കത്തില്ല, വാഴക്കൂമ്പ. അതുകൊണ്ട് മൈദയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ആക്കി വെച്ച് ഷേപ്പ് കൊടുക്കുന്ന ഏറ്റവും എളുപ്പം. ഇത് ശരിക്കും ഫോർ ദ ബിഗിനേഴ്സ് ആണെങ്കിൽ എന്നാന്ന് ചെയ്യേണ്ടത്, ഞാൻ ഇപ്പം ഫസ്റ്റ് ഒന്നും ഉണ്ടാക്കി, ഇനി സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ഈ ബ്രെഡ് ക്രംസിനകത്തോട്ട് നമ്മുടെ ആ ഉരുളയുണ്ടല്ലോ നല്ലോണം കോട്ട് ചെയ്യുക. ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് കോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എന്നാന്നറിയോ, മേളിൽ കൈ വെച്ചേച്ചോ ഒന്ന് അമക്കുക. ഒത്തിരി അങ്ങ് അമക്കല്ല, അന്നേരം ചപ്പി പോവും. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ആക്കി എടുത്തേച്ചാൽ മതി. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്നാ എടുക്കണമെന്നോ, നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളില്ലേ, ഡപ്പ, അതിനകത്തെ അടപ്പെടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. അന്നേരം റൗണ്ടായിട്ട് തന്നെ കിട്ടും. ഇന്നുണ്ടാക്കുന്ന കട്ട്ലേറ്റ് എന്തായാലും എനിക്ക് ഷേപ്പായിട്ട് നല്ലതായിട്ട് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ വർത്താനം പറഞ്ഞില്ലേ അല്ലേ ഗസ്റ്റ് ആരാന്ന്. എന്നാ പറയാനാ, ശരിക്കും സാറിനെ പറ്റി പറയുവാണെങ്കിൽ മെലഡികളുടെ രാജകുമാരൻ എന്ന് തന്നെ പറയും. വൈഫിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പോലും എനിക്ക് പേടിയാട്ടോ. മിസ്റ്റർ ജയചന്ദ്രൻ സാറിന്റെ വൈഫാണ് പ്രിയ എന്നാ പേര്. പക്ഷെ പ്രിയയെ പറ്റി നമ്മൾ കൂടുതൽ പറയുവാണെങ്കിൽ പ്രിയ ഒരു കേറ്ററിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷേപ്പൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പ്രിയ ചോദിക്കും ഇതെന്നാ ഇനി ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മളും ഒരു എന്നാ പറയുന്ന ഒരു ഉപ്പ് പോലും കുറഞ്ഞു പോകാൻ എനിക്ക് ഇച്ചിരി ടെൻഷൻ തന്നെയാണ്. കട്ട്ലേറ്റ് ഒക്കെ വറക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, നിറച്ച എണ്ണ തന്നെ വേണം. അല്ലേലുണ്ടല്ലോ കട്ട്ലേറ്റ് പൊട്ടിപ്പോവും, ആ ക്രിസ്പിനെസ്സും കിട്ടത്തില്ല. നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് കോരാൻ തന്നെയാ കട്ട്ലേറ്റ് ഒക്കെ ഏറ്റവും നല്ലത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ
എന്നാ പറയുന്നത് കൂമ്പ് കട്ട്ലേറ്റ് ഉണ്ടാക്കുക വലിയ മെനക്കേടൊന്നുമല്ല. പക്ഷെ ഇച്ചിരി എന്നാ പറയാ കൂമ്പ് കൊത്താനൊക്കെ ഇച്ചിരി പാടല്ലേ. അന്നേരം ആ ഒരു പാടോർത്തോ വേറെ പണിയില്ല, വേറെ എന്നേലും ഉണ്ടാക്കാന്ന് വിചാരിക്കും. പക്ഷെ ഈ കൂമ്പിനുള്ള ഗുണങ്ങൾ എന്നാന്നറിയോ, എന്നാ നല്ല ഫൈബറാന്നറിയാവോ ഇത്. അപ്പൊ നമ്മുടെ വയറ്റിനകത്തൊക്കെ വേണ്ടാത്തതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത് അതതിൻ്റെ ജോലി അങ്ങ് ചെയ്തോളും. ഇത്രയേ ഉള്ളൂ കൂമ്പ് കട്ട്ലേറ്റ്. ഇനി അടുത്ത നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ സെയിം കൂമ്പിന് പറഞ്ഞ അതേപോലത്തെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനും വേണ്ടിയത്. ഇത് പറഞ്ഞ പോലെ ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, അതായത് മീനിൻ്റെ അളവനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഈ മീൻ ഏതായാലും കുഴപ്പമില്ല. ഏറ്റവും നല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മീനെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ കൊഴിയാളയാണ് ഏറ്റവും നല്ല മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. ഭയങ്കര സ്വാദ കൊഴിയാളയ്ക്ക്. അപ്പോൾ ഈ മീൻ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, മീൻ വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ട് മീൻ വേവിക്കുമ്പം മഞ്ഞപ്പൊടി, മുളകുപൊടി, കുരുമുളക്, ഉപ്പ് ഇത്രയും ഇട്ട് വേവിച്ച് അതിൻ്റെ മുള്ളെല്ലാം മാറ്റി എടുത്ത് വെച്ചേക്കുന്ന ഇത്. ഈ മീനിൽ ഞാൻ എല്ലാം കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ മീൻ വേവിക്കുമ്പോൾ എപ്പോഴും കുറേശ്ശേ ഇട്ടാൽ മതി. നേരത്തെ നമ്മൾ കൂമ്പ് കട്ട്ലേറ്റ് ചെയ്ത പോലെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ വേവിക്കുമ്പോൾ മീനിൽ പിടിക്കാനുള്ളത് മാത്രം ഇട്ട് വേവിച്ചേച്ചാൽ മതി. പിന്നെ മല്ലിയില കട്ട്ലേറ്റിന് എത്രയായാലും ഫ്ലേവർ വരണം. പിന്നെ ഇതിനും അതേപോലെ തന്നെയാണ്. കുരുമുളക് പൊടി കുറച്ച് വേണം. പിന്നെ കറിവേപ്പില, അത് ഞാൻ കളയുകയല്ല കേട്ടോ, കറിവേപ്പില എത്രയായാലും വേണം. പച്ചമുളക് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇഞ്ചി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി. ഇത് നോൺ വെജ് ആയതുകൊണ്ട് നമുക്ക് ഒരു മുട്ട, അതായത് നമ്മുടെ നേരത്തെ മൈദയ്ക്ക് പകരം ഇവിടെ ഒരു മുട്ട അതിട്ടാണ് നമ്മൾ ബാറ്ററാക്കി വറുത്തെടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഉള്ളി, കുറച്ച് പച്ചമുളകും, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇട്ട പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മീനും ഉരുളക്കിഴങ്ങിലോട്ട് ഇതങ്ങിടുക. ഈ മീൻ കുഴച്ചതിൽ എനിക്കിപ്പം ഒത്തിരി വെള്ളം പോലെ ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ബ്രെഡ് ക്രംസ് ഇടണ്ട. അപ്പം പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ ഉരുളക്കിഴങ്ങിനകത്തും ഈ പറഞ്ഞ കൂട്ട് നമ്മൾ മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഫീലിംഗ് വരാതിരിക്കാൻ ഉരുളക്കിഴങ്ങ് എത്രയും കുറച്ച് ചേർക്കുന്ന ഏറ്റവും നല്ലത്. ഷേപ്പ് ഇപ്രാവശ്യം ഞാൻ ഓവലാക്കാൻ പോവാ. നേരത്തെ നമ്മൾ റൗണ്ട് അല്ലേ, അപ്പം ആലോചിക്കും എനിക്കിത് രണ്ടുപേരെ അറിയത്തുള്ളൂ എന്ന്. സത്യവും അത് തന്നെയാണ്. ഇതേപോലെ എല്ലാ ഉരുളകളും നമ്മൾ എന്നാ പറയുന്ന മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലോട്ട് ഇടുക. ഈ സമയം നമുക്ക് എണ്ണ ചൂടാവാൻ വയ്ക്കും. ഇനി ഓവൽ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ബ്രെഡ് ക്രംസിലോട്ട് മാക്സിമം അത് ഇട്ട് റോൾ ചെയ്തതിന് ശേഷം കൈക്കകത്തോട്ട് വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ അമക്കി വെച്ച് ഒരു ഗോപിപ്പൊട്ടിൻ്റെ ഷേപ്പില്ലേ അതാക്കുക ആദ്യം. ഈ ഗോപിപ്പൊട്ടിൻ്റെ ഷേപ്പ് ആക്കുമ്പോഴത്തേന് നമ്മുടെ ഈ സൈഡ് ലോവർ സൈഡ് ഇച്ചിരി ബൾജ് ചെയ്ത് വരും. അപ്പം നമ്മൾ കൈ വെച്ച് കുറച്ചുകൂടെ അമക്കി വെച്ചാൽ മതി. ഇതേപോലെ ബ്രൗൺ ആവുന്ന കട്ട്ലേറ്റ്സ് നല്ല ഡീപ്പ് ബ്രൗൺ ആക്കി അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഇതേപോലെ കട്ട്ലേറ്റ് എല്ലാം വറുത്തെടുക്കണം.
നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കട്ട്ലേറ്റിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സാലഡും പിന്നെ സൂപ്പുമാണ്. എന്തായാലും ആ സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഈ കട്ട്ലേറ്റിൻ്റെ സാധനങ്ങൾ മുഴുവൻ ഇവിടുന്ന് മാറ്റിയാലല്ലേ ഒക്കത്തുള്ളൂ. കട്ട്ലേറ്റ് റെഡിയായി. സാലഡിനുള്ള ഇൻഗ്രീഡിയൻസും സൂപ്പിനുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് സവാള. അത് ശരിക്കും സവാള നമ്മൾ അരിയുമ്പം എത്ര തിന്നാക്കി അരിയാമോ അത്രയും തിന്നാക്കി തന്നെ അരിയണം. ഒരു 1.5 കപ്പ് സവാള അരിയണം. 1.5 കപ്പ് സവാള ആണെന്നുവെങ്കിൽ ഒരു 1.5 സ്പൂൺ ബട്ടർ. പിന്നെയും മൈദ ഉണ്ട് കുറച്ച്, അതും ഒരു 1.5 സ്പൂൺ മൈദ. ഇതെന്നാത്തന്നാന്നറിയോ, അതൊന്ന് സൂപ്പ് ലൂസായിട്ടല്ലല്ലോ, ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസി അല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി മൈദ വേണം. പിന്നെ ഇതിനെ ചേർക്കാൻ ഇച്ചിരി കുരുമുളക് പൊടി വേണം, പിന്നെ ഉപ്പ്. ഇതെല്ലാം പോയിട്ട് ക്രീം ഓഫ് ഓണിയൻ സൂപ്പ് ഉണ്ടാക്കുന്നത് 50-50 റേഷ്യോയിലാണ്. ഒന്ന് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പശുവും പാല് തന്നെ വേണം. പശുവും പാലും ഈ പറഞ്ഞ പോലെ 1.5 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളവും വേണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പിൻ്റെ അളവുകൾ, ഇൻഗ്രീഡിയൻസ്. ഇനി അത് ഉണ്ടാക്കുന്ന അളവ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പാൻ നല്ലതായിട്ട് ചൂടായി. ഇതിനകത്തോട്ടൊരു 1.5 സ്പൂൺ ബട്ടർ മൂത്തുപോലെ ബട്ടർ അലിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതൊന്ന് മൂക്കുന്ന സമയം നമ്മൾ കട്ട്ലേറ്റിൻ്റെ സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ. സവാള കുറച്ച് വേണം, പിന്നെ വേണ്ടത് സലാഡ് കുക്കുംബർ, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് ടൊമാറ്റോ, എരിവിന് കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരി, വേണ്ടിയത്ര ഉപ്പ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ. ഈ ഉള്ളി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ സാലഡിന് എടുക്കുന്ന ഉള്ളിയാണ് അരിഞ്ഞേച്ച് വെള്ളത്തിലിട്ട് നല്ല പിഴിഞ്ഞ് അതിൻ്റെ ആ കമർപ്പങ്ങ് കളയണം, എന്നാലേ സാലഡിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഉള്ളി, അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയായത്, അത് കുറച്ചിടണം. ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് എന്നാ പറയുന്നത് ഞെരടി അങ്ങ് എടുത്തേച്ചാൽ മതി. അത്രേ ഉള്ളൂ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ സാലഡ്. ഈ സമയം എൻ്റെ ഉള്ളിയും നല്ലതായിട്ട് മൂത്തു. ഇതിനകത്തോട്ട് മൈദ ഇതേപോലെ 1.5 സ്പൂൺ മൈദ. തീ നല്ലതായിട്ട് കുറയ്ക്കണം. ഈ മൈദ ശരിക്കും ഒന്ന് മൂക്കണം, അതാ അതിൻ്റെ ഒരു പരുവം. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാല്, പാലും അതേ അളവിൽ വെള്ളം. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ്, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്. ഇത് നല്ലതായിട്ട് തിളച്ച് അവർ കുറുകുന്നതാ ഈ സൂപ്പിൻ്റെ ഒരു പരുവം. പിന്നെ ഉപ്പും കുരുമുളകും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്നെപ്പോലെ സ്ഥിരം സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കഴിക്കുന്നവർക്ക് ഒരു ചെറിയ വ്യത്യാസം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഹലോ, എത്തിയോ സർ? ഒരു മിനിറ്റ്, ദാ വരുന്നത് സർ. നമ്മുടെ സൂപ്പ് ഇപ്പം ഏകദേശമായി, തിളച്ചും കഴിഞ്ഞു. നമ്മുടെ ഗസ്റ്റ് എത്തി. ഞാൻ
ശരിക്കും ഒരു ട്രിവാൻഡ്രം സിറ്റിയിലെ ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയാം അല്ലെ പ്രിയ? അതിലും ഒക്കെ ഉപരി ശരിക്കും പ്രിയയെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ശരിക്കും കേട്ടോ, നമ്മൾ കുറേയൊക്കെ സ്ത്രീകൾ, ഞാൻ ഉൾപ്പെടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്നാ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്നാന്നറിയോ? ജയിഞ്ചേട്ടൻ്റെ അമ്മ തുടങ്ങിയ കേറ്ററിംഗ് ഇല്ലേ, മരുമോളായിട്ട് അത് നിർത്താതെ ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ്. അത് ആ അമ്മയുടെ ഒരു എന്നാ പറയുന്നത്, ശരിക്കും ഷുഡ് അപ്രിഷിയേറ്റ് കേട്ടോ. പ്രിയന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ പലവട്ടം പ്രിയനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് കാണുമ്പോൾ എന്നെ പോലത്തെ ചെറിയ ചെറിയ സ്ത്രീകൾക്കൊക്കെ ഇച്ചിരി കുശുമ്പ് വരുന്നുണ്ട് കേട്ടോ, അതില്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്തായാലും എന്റെ അടുക്കള ഇഷ്ടപ്പെട്ടോ. പ്രിയയുടെ ഇത്ര വലിയ ലോകത്തിലെ ഒരു കുഞ്ഞു അടുക്കളയാ എന്റെ. ഇതിനകത്ത് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രിയ പറഞ്ഞു തരില്ല ഇല്ലേ? വളരെ നന്നായിട്ട് നല്ല അടുക്കളയാണ്. ജയിഞ്ചേട്ടന് ഇഷ്ടമായോ? ഇഷ്ടമായോ? എന്തായാലും നമ്മുടെ ജയിഞ്ചേട്ടനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. തടിയാ, അത് ശരിക്കും എനിക്കൊന്ന് ഭക്ഷണത്തിനോട് ഒരുപാട് പ്രിയമുണ്ട്. വെരി ഗുഡ്. സർവൈവൽ അല്ല, ആണു. സമ്മതിച്ചു, പ്രിയ സമ്മതിച്ചില്ലേ? ശരിയാ, നമ്മൾ ചുമ്മാ എന്നാന്നും പറഞ്ഞ അങ്ങ് ചെയ്താൽ ഒക്കുകയല്ല. ഫുൾ ഡെഡിക്കേഷൻ ഓരോ ഇൻഗ്രീഡിയൻസും ഇല്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് സ്വാദും വരികയില്ല, ഒന്നും വരികയില്ല, ചവറ് പോലെ ആയിപ്പോവും. ശരിയാ പറഞ്ഞേ. പക്ഷെ ജയിഞ്ചേട്ടനെ പറ്റി കുറച്ചുകൂടെ പറയുവാണെങ്കിൽ മെലഡികളുടെ രാജകുമാരൻ എന്ന് തന്നെ പറയും. ശരിക്കും മുഖത്തോട് നോക്കിയേ ഇല്ലേ ഒരു രാജകുമാരൻ, പക്ഷെ വിശേഷിപ്പിക്കുമ്പോൾ മെലഡികളുടെ രാജകുമാരൻ ആണ്. ഞങ്ങളൊക്കെ അംഗീകരിച്ചിരിക്കുന്ന അങ്ങനെയാ. ഇയാളും കാരണം ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാ അല്ലേ ജയിഞ്ഞിട്ടാ? ശരിക്കും പറഞ്ഞു വെച്ചൊന്നും ഞങ്ങൾ ഇട്ടതൊന്നും അല്ല, കോഇൻസിഡൻസ് ആ, വേവ് ലെങ്ത് ഇങ്ങനെ ആട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ പ്രിയ? ശരിയാ. ജയിഞ്ഞിട്ടാ ഒരു കാര്യം ചെയ്യട്ടെ, ഈ കുഞ്ഞുനാളില് ഇപ്പൊ ഭക്ഷണപ്രിയനാണെന്ന് ഒക്കെ പറഞ്ഞേ, ഈ കുഞ്ഞുനാളൊന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാന്നുള്ളത്? കുഞ്ഞുനാള് എൻ്റെ അമ്മയുടെ ഭക്ഷണം കഴിച്ച് തടി വെച്ച ഒരാളാണ്. ശരിക്കും അത് എനിക്ക് സത്യം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഒരമ്മയുടെ ഒരു ഉരുള ചോറ് കിട്ടുക എന്ന് പറയുന്നത് സംതിങ് പ്രഷ്യസ്. സത്യം. അമ്മയുടെ ഇങ്ങനെ പെറ്റായിരുന്നോ? ചേട്ടനും ഞാനൊക്കെ അമ്മയുടെ എക്സ്പെരിമെന്റൽ സ്പെസിമെൻ ആയിരുന്നു. ഈ കാരണം പല രീതിയിലുള്ള റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്യുന്ന അമ്മ ചെയ്യുന്നല്ലേ? ഓ അത് ശരി. അമ്മ ശരിക്കും കേറ്ററിംഗ് തുടങ്ങിയതേ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളെയൊക്കെ പരീക്ഷിച്ചാണോ എന്നൊരു സംശയമുണ്ട്. എന്റെ മക്കൾക്ക് പലതരം കൊടുത്ത് ഇനി ഒരു കേറ്ററിംഗ് തുടങ്ങിയേക്കാം എന്ന് തോന്നിയിട്ടുള്ള തടിയുടെ രഹസ്യമാണോ ഇത്? അമ്മ ആ കാലത്ത് ഒരു ശരിക്കും പറഞ്ഞ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. കാരണം ആ സമയത്തൊന്നും അങ്ങനെ സ്വന്തമായിട്ടൊരു വുമൺ എന്റർപ്രണർ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്ന ഒരാളാണ്. അമ്മ എന്താ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വരണം? അമ്മ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അമ്മ നേരത്തെ മലേഷ്യയിൽ അമ്മ ഹോം സയൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്ത്രീ തുടങ്ങുന്ന ഒരു ബേക്കറി ഇതിനകത്തുണ്ടല്ലോ. ആനീസ് കിച്ചണിൽ ശരിക്കും പ്രിയ ഇതിനൊരു പ്രോവർബ് ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാന്നറിയോ? അടുക്കളയെന്ന് പെണ്ണുങ്ങൾ അരങ്ങത്ത് വരണം എന്ന് പറയത്തില്ലേ? പ്രോവർബ് കേട്ടിട്ടില്ലേ? അതേപോലെ ഇപ്പൊ അമ്മ അടുക്കള തന്നെ അരങ്ങാക്കി എടുത്തേക്കുക. കണ്ടോ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ എന്നാ വില അമ്മ തന്നേക്കുന്നതെന്ന് നോക്കിയല്ലേ? അല്ല, അടുക്കള എന്ന് പറയുന്നത് തന്നെ പഴയ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അടുക്കുള്ള അളം എന്നാണ്. അടുക്ക് വളരെ ചിട്ടയായിട്ടുള്ള ഒരാളെ സ്ഥലം എന്നാണ്. ഓ, അത് ഞാൻ ഇപ്പഴേ അറിഞ്ഞോ. എന്റെ അടുക്കള വലിയ കുഴപ്പമില്ല, അതാ ചിട്ട അടുക്കോടുകൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും, അതുണ്ടാവും അല്ലേ പ്രിയ? അതാ, അതുകൊണ്ട് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കുകയും അത് കഴിക്കുന്നയാൾ വളരെ ഇഷ്ടത്തോടുകൂടി അത് കഴിക്കുകയും അങ്ങനെ സ്നേഹം അയാളിലേക്ക് ഭക്ഷണത്തിലൂടെ അയാളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റുകയും ചെയ്യുന്ന അങ്ങനെയാണോ വീട്ടിൽ? പറഞ്ഞ കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു. കാര്യം എന്നാന്നറിയോ? അമ്മ എപ്പോഴും പറയും ഫോർ ദ ബിഗിനേഴ്സ്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അമ്മ എപ്പോഴും പറയും ആണുങ്ങൾക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പം അവരുടെ വയറിൽ കൂടിയാണ് നമുക്ക് ആ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുക എന്ന് പറയും അല്ലേ? ശരിക്കും പഴമ അമ്മമാരൊക്കെ പറയും നല്ല സ്വാദുള്ള ഭക്ഷണം കൊടുത്തു നോക്കൂ, അവർ വേറെ ഹോട്ടലിലേക്ക് ഒന്നും പോകില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് അത് സ്വാദോടെ കഴിക്കും. ഞാൻ വീട്ടിൽ അങ്ങനെ കേട്ടോ, നല്ലതായിട്ട് ആഹാരം എന്നാൽ കഴിയുന്ന പോലെ അങ്ങ് പറയുന്നില്ല, എന്നാൽ ഇച്ചിരി ആണെങ്കിലും ഉള്ളത് ഫുൾ ഡെഡിക്കേഷനോട് കൂടി തന്നെ പിള്ളേർക്കും ഏട്ടനും ഒക്കെ ഏട്ടൻ്റെ അമ്മയ്ക്കും എല്ലാം വിളമ്പി കൊടുക്കുന്ന ഒരു സ്വഭാവം, സ്നേഹത്തോടെ, അതുകൂടെ എടുത്തു പറയട്ടെ, സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്ന ഒരു പ്രകൃതം തന്നെയാണ് അവിടെ. ജയിഞ്ഞിട്ട് പഠിച്ച കുഞ്ഞുനാളില് 10th കഴിഞ്ഞ് 12th കഴിഞ്ഞിട്ട് എടുത്ത സിലബസ് ഏതാ? എഞ്ചിനീയറിംഗ്. വീട്ടിലെല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്. എൻ്റെ അപ്പൂപ്പൻ
എൻ്റെ അപ്പൂപ്പൻ്റെ മകൻ, എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ മൂത്ത മകനായ എൻ്റെ ചേട്ടൻ, പിന്നെ ഞാൻ, എല്ലാവരും എഞ്ചിനീയേഴ്സാണ്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അതിന്റെ ഒരു കൃത്യത മ്യൂസിക്കിൽ കാണുന്നുണ്ട്. അതിന് ശരിക്കും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരോട് അങ്ങനെ പറയാനും ഒക്കൂല അല്ലേ? ജയിഞ്ചേട്ടൻ ഫുൾ എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു എല്ലാവരും. പിന്നെ ജയിഞ്ചേട്ടൻ മാത്രമാണോ മ്യൂസിക്കിലേക്ക് മാറിയത്? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും മ്യൂസിക്കിലുള്ളതായിട്ടോ അല്ലെങ്കിൽ ചേട്ടന്മാരെല്ലാം എഞ്ചിനീയറിംഗ്? ഒരു ചേട്ടനേ ഉള്ളൂ. ഓക്കെ. അല്ല അപ്പം അമ്മയോ? അമ്മ പാടുവോ? അമ്മയും പാടും, അച്ഛനും പാടും. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് അല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും പഠിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ പല നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും പല മീറ്റ്സ് ഉണ്ടാവും. അവിടെയൊക്കെ പാട്ട്, പല പാട്ടും. ഹീറോ ഹീറോയിൻ അല്ലേ? നല്ലതായിട്ട്. ശരിക്കും അമ്മയും അച്ഛനൊക്കെ എങ്ങനെ ഈ കർണാട്ടിക് അങ്ങനെ അങ്ങനെ സിനിമ ഈ പാട്ട് എനിക്ക് ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നോളിച്ചിരുന്നു, ഈ പാട്ട് എപ്പോഴും അവരൊന്നിച്ച് പാടുന്നത് എൻ്റെ കാതിലുണ്ട്. ടു ബി ഫ്രാങ്ക്, ഈ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പ്രണയിച്ച സമയത്ത് ജയിഞ്ചേട്ടൻ ഫീൽഡിൽ വന്നില്ല. അതുകൊണ്ട് അന്നൊക്കെ എനിക്ക് 1942 ലവ് സ്റ്റോറി ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു പ്രണയം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് തന്നെ, അത് ശരി കേട്ടോ, അതൊരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലവേഴ്സിനിടെ ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ജയിഞ്ചേട്ടൻ്റെ മ്യൂസിക് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ റൊമാൻറ്റിക് മ്യൂസിഷ്യൻ എന്നൊക്കെ ഒരു ചെറിയ രീതിയിലും കൂടെ വിശേഷിപ്പിക്കാം. ആ പ്രണയത്തോട് തന്നെ എത്ര സ്നേഹം തോന്നിയേ? ഇപ്പൊ മ്യൂസിക്കിനോട് തന്നെ എനിക്ക് തോന്നുന്നത് പ്രണയമല്ലേ ശരിക്കും. നമുക്ക് എന്തിനോടാണോ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത അത്രയും ആസക്തി ഉള്ളത് അത് പ്രണയം എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചതുപോലെയല്ല, ഞാൻ വിചാരിച്ചപ്പോ ജയിഞ്ചേട്ടൻ ചിലപ്പോ പ്രിയനെ പ്രണയിച്ചിട്ട് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ്. അല്ല, അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രിയ കേൾക്കുന്നുണ്ടോ? അപ്പൊ ലവ് മാരേജ് ആയിരുന്നോ നിങ്ങൾ? ലവ് മാരേജ്. ഇതാരെങ്കിലും അറിഞ്ഞോ? തേണ്ട ഇപ്പോഴാ അറിയുന്നേ. എങ്ങനെയായിരുന്നു എന്ന് പറയോ? ഇപ്പൊ എന്റെ മക്കള് ഇങ്ങനെ ഡിസ്കഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ജോലി, പണ്ട് പഴയത് ഏത് കാലത്ത് പ്രണയിച്ച ആൾക്കാർ. ഞാൻ പറയാം, ജയിഞ്ചേട്ടനും പ്രിയയും ശരിക്കും പിള്ളേരോട് ഒരു 101 പ്രാവശ്യം പറഞ്ഞാണ്. ഞങ്ങളോട് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ലല്ലോ. അന്നാ ഇപ്പൊ പറഞ്ഞു കേൾക്കാം. നമ്മളങ്ങനെ ഒരു പ്രണയത്തിന് പറഞ്ഞാൽ അങ്ങനെ വേറിട്ട ഭാവമായിരുന്നു നമ്മുടെ. കാരണം അധികം സംസാരിക്കാനോ ഒന്നുള്ള അവസരങ്ങളൊന്നുമില്ല. ഇന്നത്തെ പോലെ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാട്സാപ്പ് ഒന്നും. ഷാജി ചേട്ടനോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയപ്പോഴാണ്? എനിക്കോ അങ്ങനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ അത് കള്ളത്തരല്ലേ? ഏതോ ഒരു നിമിഷത്തിൽ ഷാജി ചേട്ടനോട് ഇഷ്ടം തോന്നി. അത് ഏത് നിമിഷത്തിലാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. എനിക്ക് ഇഷ്ടമായിരുന്നു ഏട്ടനെ അത്. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ഏട്ടൻ ഇങ്ങോട്ട് ഓഫർ വെച്ചാലും ഞാൻ അങ്ങോട്ട് വെച്ചാലും അതിലൊരു നോ വരില്ലായിരുന്നു. ഞാൻ തന്നെ സമ്മതിക്കാം. അല്ലെങ്കിൽ എന്നറിയോ, ഏട്ടനാണെന്ന് പറഞ്ഞ ഏട്ടൻ സമ്മതിക്കോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഇഷ്ടമുണ്ട്. തമ്മിൽ രണ്ടുപേര് പറഞ്ഞാലും നോ പറയില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഒരു കുട്ടിയുണ്ട് പ്രിയാന്നാണ് പേര്. ഞാൻ കാണുന്ന സമയത്ത് ഒരു പ്രേമൊക്കെ പൊട്ടിയിട്ടിരിക്കുന്നു. തകർച്ചയിലാണ് പ്രിയ എണീപ്പിച്ച് വിട്ടത്. തകർച്ചയിൽ നിന്ന് എന്നെ. വെരി ഗുഡ്. അതെങ്ങനെയായിരുന്നു പ്രിയ എൻട്രൻസ്? പ്രിയനെ അപ്പൊ അങ്ങനെ കാണുന്നത് കോളേജ് തകർച്ചയായിരുന്നോ? കോളേജ് പ്രേമം തകർച്ചയായിരുന്നു. അതെ അതെ. അവിടെ പ്രിയ വന്നു. അപ്പൊ ഇങ്ങനെ കൺസോൾ ചെയ്ത് എണീപ്പിച്ചതാന്ന്. അങ്ങനെ എണീപ്പിച്ച് അങ്ങനെ പ്രേമിച്ച് അത് പൊട്ടിയിട്ട് ഇങ്ങനെ വിഷമമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമാധാനിപ്പിച്ചെടുത്ത. ഇനി സിനിമയിലേക്ക് എങ്ങനെയാ വന്നേ? സിനിമയിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷ് പുത്തൻകേരിയാണ്. ഓ, എനിക്ക് എന്ത് ഇഷ്ടം പറയാ ഗിരീഷ് ചേട്ടനെ. ഗിരീഷ് ചേട്ടനാണ് ആദ്യമായിട്ട് സിനിമയിൽ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ചന്ത എന്ന് പറഞ്ഞ സിനിമയിൽ സംഗീതം കുറെ നാൾ എന്നെ എല്ലാവരും ചന്ത ജയചന്ദ്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ സിനിമ ചെയ്തുകൊണ്ട് പിന്നെ ബാലേട്ടനൊക്കെ വന്ന ശേഷമാണ് ഞാൻ അതൊന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ഞാൻ ഫിലിമിൽ വരുന്നതിന് മുമ്പ് ലളിതഗാനങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. സ്മൃതി തൻ ചിറകിലേറി ഞാനിൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു പാട്ടാണ് ആദ്യമായിട്ട് ചെയ്തത്. ജയേട്ടൻ പാടിയത് ഒരു പാട്ടാണ്. വളരെയധികം ഫേമസ് ആയിരുന്നു അത്. അങ്ങനെ ഗിരീഷൻ റെക്കമെൻഡ് ചെയ്തിട്ട് 95ലാണ്. ഇപ്പൊ 20 ഇയേഴ്സ് തികയുന്നു ഈ വർഷം. 20 ഇയേഴ്സ്.
സെലിബ്രേറ്റ് ചെയ്യണ്ടേ പ്രിയ? ചെയ്യണം കേട്ടോ ജയിഞ്ചേട്ടാ, ശരിക്കും അത് നല്ലൊരു കാര്യമല്ലേ. എല്ലാരും 20 years ഉണ്ട്. എൻ്റെ പ്രൊഫഷണലി ഞാൻ ആദ്യം സിനിമ ചെയ്തത്, അതുപോലെ പരസ്പര സഹനത്തിൻ്റെതായിട്ടുള്ള 20 വർഷം നമ്മൾ സഹനത്തിന്റെ പ്രിയ അണ്ടർലൈൻ ദ വേർഡ് കേട്ടോ, സഹനം. അന്ന് സാന്ത്വനമായിരുന്നു. പക്ഷെ ഞാൻ വൺ സൈഡഡ് ആയിട്ടല്ല പറഞ്ഞത്, ഓ ജാമ്യവും കൂടെ എടുത്തിട്ടുണ്ട്. പരസ്പരം ഓക്കെ, സമ്മതിക്കാം. അന്ന് സഹതാപവും സ്നേഹമായിരുന്നു, ഇന്ന് സഹനമായി. അതും കൂടെ പറഞ്ഞു, ഞാൻ എടുത്തു പറയണം. ഗിരീഷേട്ടനെ എങ്ങനെ കണ്ടുമുട്ടി? ഗിരീഷേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അക്ഷരം എന്ന് പറഞ്ഞ സിബി മലയിൽ സാറിന്റെ റെക്കോർഡിങ് ഞാനുണ്ട്, അതിലുണ്ട്, ഗസ്റ്റ് റോൾ ആണ്. ഓക്കെ. അതില് പാട്ട് എൻ്റെ ഗുരുനാഥനാണ്, പെരുമ്പാവൂർ ജി രംഗനാഥ് സാറാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് മ്യൂസിക് കണ്ടക്ടർ. അങ്ങനെ പ്രസാദ് 70mm സ്റ്റുഡിയോയിൽ അവിടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മെലിഞ്ഞ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരുന്നത്, ഗിരീഷേട്ടൻ. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ജയിഞ്ചേട്ടന്റെ ഇത് വല്ലതും ഗിരീഷേട്ടൻ കേട്ടിട്ടില്ല? ഇല്ല, ഞാനന്ന് കണ്ടക്ട് ചെയ്യുന്ന കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കെന്തോ ഒരു സ്പാർക്ക് ഉണ്ട്, നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഷ, അതെ ടോണ്, അപ്പൊ അങ്ങനെ ആണ് ഗിരീഷേട്ടൻ എന്നെ കണ്ടെത്തിയതെന്ന് പറയാം. ഗിരീഷേട്ടന് ആദ്യമേ എനിക്കുണ്ടായിരുന്ന കോൺഫിഡൻസിനേക്കാൾ കൂടുതൽ ഗിരീഷേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഗിരീഷേട്ടൻ അതിൻ്റെ ഡയറക്ടർ സുനിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പ്രസാദ് 70mm വന്നപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, ഇവനാണ് അടുത്ത നിന്റെ സിനിമയിൽ സംഗീതം ചെയ്യുന്നത്. അവർ വളരെ നല്ല ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത്ഭുതമായിരുന്നു, കാരണം ഞാനന്ന് സ്വതന്ത്രമായിട്ട് സംഗീതം ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ പേടി വന്നില്ലേ? ഗിരീഷേട്ടാ, ഇത് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ യത്തീമിൻ സുൽത്താൻ വന്നേ, മുഞ്ചേറും മുൽത്താൻ വന്നേ, സുവർഗത്തെ സുജായി വന്നേ, ഈ പാട്ടാ. സപ്പോസ് ജയിഞ്ചേട്ടൻ ഇച്ചിരി മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഒക്കെ ഒരു മ്യൂസിക് ചെയ്തു എന്ന് വെച്ചോ, നമ്മളൊരു ഡയറക്ടറിന് മുന്നേ പ്രസന്റ് ചെയ്യുക. അഫ്കോഴ്സ് ദ പേഴ്സൺ ഹു ഡയറക്ട്സ് ദ മൂവി ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയാണ്, ഓ ഈ മ്യൂസിക് ഒന്നും ശരിയല്ല, മാറ്റണം എന്ന് പറയുമ്പം ഉണ്ടാവുന്ന ജയിഞ്ചേട്ടൻ്റെ ഒരു അവസ്ഥ. ആദ്യമൊക്കെ എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഡയറക്ടറാണ് ക്യാപ്റ്റൻ. അപ്പോൾ ക്യാപ്റ്റൻ എന്ത് വേണമോ അത് കൊടുക്കേണ്ടത് മ്യൂസിക് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഓക്കെ, അത് നമ്മൾ കമേഴ്ഷ്യൽ ഒഫീഷ്യൽ ആയിട്ട് പറയുമ്പോൾ ഓക്കെ അല്ല, ഒഫീഷ്യലായിട്ട് പറയുകയല്ല, അത് നമ്മൾ അനുഭവിക്കണം. ഓക്കെ, ഇത് അനുഭവിക്കുമ്പോഴേ ശരിക്കൊരു സംഗീത സംവിധാനം ആകും. അല്ല, എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു വിഷമം തോന്നില്ല. അല്ല, വിഷമമല്ല. ഞാൻ ഉദ്ദേശിച്ച ആ മ്യൂസിക്കാലിറ്റി അല്ലായിരിക്കും ഡയറക്ടറുടെ വിഷ്വൽസിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കേട്ടർ ചെയ്താൽ പറ്റൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ മാറ്റി ചെയ്തിട്ടുണ്ട്. പ്രിയ എങ്ങനെ പോകുന്നുണ്ടോ ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല. ഓക്കെ, എന്നാ പറയുക, ഞാനും ഇതിന്റെ ഇടയിൽ ഒരു കേറ്ററിംഗ് ഒക്കെ ഞാനും എൻ്റെ സിസ്റ്റർ ലോയും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ശരിക്കും ജയിഞ്ചേട്ടൻ എന്നെ ഒത്തിരി പ്രിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാര്യത്തിൽ. എന്നാ പറയുന്നത്, ABCD പിച്ച വെച്ച് നടക്കുന്ന ഞങ്ങളെ കുറച്ചൊക്കെ ഇന്ന പോലെ ചെയ്യടോ എന്ന് പറഞ്ഞു തന്നത് ശരിക്കും പ്രിയ. പക്ഷേ പ്രിയയുടെ കേറ്ററിംഗിൽ ഫുഡൊക്കെ കഴിച്ചു നോക്കണം, എന്നാ നല്ല ഫുഡാണ്. ഏറ്റവും നല്ലതായിട്ട് പറയാനുള്ളത് എനിക്ക് ഇപ്പോഴും അവിടുത്തെ ബേക്കറിയിലെ ഫുഡാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് തരാനുണ്ടാക്കിയത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, ഞാനും കട്ട്ലേറ്റ് ആണ്. പക്ഷെ പ്രിയ അത്രേ എത്തത്തില്ല, പക്ഷെ എന്നാലും ഇച്ചിരിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി അത് വിളപ്പാം. ശരി, ശരിക്കും നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ എനിക്ക് പറയാനേ, ഞാൻ എന്നെ ആദ്യം ഉപദേശിച്ച് നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്ന് പറയും. ഇതിന്റെ കുറച്ച് വണ്ണമൊക്കെ കുറയ്ക്കണം തോന്നുന്നില്ലേ? ഇടയ്ക്ക് കുറച്ചാലല്ലേ പിന്നെ കൂട്ടാൻ പറ്റൂ. അങ്ങനെ ഉദ്ദേശത്തിലാണല്ലേ. പക്ഷെ ഞാനൊക്കെ ഈ പറഞ്ഞ കൂട്ടൊന്ന് കുറയ്ക്കാൻ നോക്കിയിട്ട് ഒന്ന് കുറയുന്നത് പോലുമില്ല. ഇതിന്റെ ശരിക്കും അതിന് വല്ല ടിപ്പോ അങ്ങനെ വല്ല ഉണ്ടോ? ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല, കാർബോഹൈഡ്രേറ്റ്സ് അവോയ്ഡ് ചെയ്യാം. അതായത് ചുരുക്കം പറഞ്ഞാൽ വായിക്ക് രുചികളൊന്നും തിന്നാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല, റൈസ് അവോയ്ഡ് ചെയ്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോറാണ്. പ്രിയക്കോ? അത് തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ വേണ്ടാതീനല്ലേ ജയചേട്ടാ. ജയചേട്ടാ, ഈ മ്യൂസിക്കിനെ പാടുന്നവർക്ക് ഒക്കെ ഈ പറഞ്ഞ കൂട്ട് ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ ഏറ്റവും ഞാൻ
അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. അത് യേശുദാസ് സാറാണ്. ശബ്ദത്തിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫ് സ്റ്റൈലിൽ പോലും. അത് നമുക്ക് മാതൃകയാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷന്റെ 0.0001% പോലും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല ചേച്ചി, അപ്പൊ എങ്ങനെ നമ്മൾ അറിയുന്നത് എന്നൊക്കെ കഴിക്കേണ്ട? അദ്ദേഹം പറഞ്ഞു തന്നോ? ദാസാർ എനിക്കൊരു പുസ്തകം തന്നു. ആ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ ടൈപ്പ് അനുസരിച്ച് ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബി പോസിറ്റീവ് അതാണ്. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും ആദ്യം നോട്ട്സ് എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ചിക്കനാണ്. അപ്പോൾ അപ്പം തന്നെ ഞാൻ പുസ്തകം അടച്ചു വെച്ചു. എപ്പോഴൊക്കെ റെക്കോർഡിങ്ങിനാണെന്ന് അപ്പോൾ ദാസാർ പറയും, നിന്റെ തടിയൊന്നും പറയുന്നില്ല, നീ പുസ്തകമൊന്നും വായിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ വായിച്ചത് മടക്കി വെച്ചിട്ടുണ്ട്. ഈയിടെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ദാസാർ ചോദിച്ചു, ആ പുസ്തകം എനിക്ക് തിരിച്ചു വേണം. ശരീരം കണ്ടിട്ട് ദാസാറിനൊന്നും മനസ്സിലാവുന്നില്ല, വായിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഒന്നുമില്ല. അപ്പൊ അത് ഫോളോ ചെയ്തില്ല. അപ്പൊ ഇപ്പൊ അടച്ചു വെച്ചിരിക്കുക പുസ്തകം, തുറന്നില്ല. എന്റെ ചില ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, എനിക്കും തരാം. പിന്നെന്താ, തീർച്ചയായിട്ടും തരും. ഞാനൊന്ന് തുറന്നു നോക്കിയിട്ട് ചോറ് വേണ്ടാന്നൊക്കെ എഴുതിയാൽ ഞാനും അടച്ചു വെക്കാം. പ്രിയ നോക്കിയിട്ടുണ്ടോ ബുക്ക്? നോക്കിയിട്ടേ ഇല്ല. ചോറെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചുറ്റിപ്പോവും. പ്രിയ വേണ്ട, അതുകൊണ്ട് അത് വേണ്ട അല്ലേ? ഓക്കെ. ജയിച്ചിട്ട് കുടിച്ചു. ഡയറ്റ് ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സംഭവമല്ല ഈ ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. സത്യമായിട്ട് എന്നെ കൊണ്ട് ഒക്കെയില്ല ഡയറ്റ് എന്നൊക്കെ പറയാം. GM ഡയറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഒരാഴ്ച, അത് 2-3 ആഴ്ചയൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞാൽ 2 കിലോ നമ്മൾ കുറച്ചിട്ട് നമുക്ക് 4 കിലോ പിന്നെ തിരിച്ചു. പ്രിയ, ഇങ്ങനെയൊക്കെ ഡയറ്റ് നോക്കുമ്പോ തനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ വല്ല കൺട്രോൾ അങ്ങനെയൊക്കെ തോന്നുന്നു? അല്ല, എനിക്കറിയാം ഇതൊരാഴ്ച കഴിയുമ്പോൾ ഇതങ്ങ് നിർത്തും. അതല്ല, നമ്മൾ തുടങ്ങുമ്പോഴേ ഭയങ്കര സ്പിരിറ്റ് ആണ്. നാളെ തൊട്ട് ഞാൻ ഇതല്ലാതെ വേറൊന്നും തൊടത്തില്ല, മറ്റേ മറിച്ചാന്നൊക്കെ പറയും അല്ലേ? 3-ന്റെ അന്നാണ് അത് ഡ്രോപ്പ് ആവത്തുള്ളൂ. ആ 2 ദിവസം അത് ഈ GM ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലേതെങ്കിലും ഒരു സാധനം വീട്ടിലില്ലെങ്കിൽ വലിയ വഴക്കൊക്കെ ഉണ്ടാകും. കുടിക്കും ഞാൻ കട്ട്ലേ. അപ്പം ഇപ്പം വെജ് നോൺ വെജ് അങ്ങനെയൊന്നും ബുക്ക് തുറന്നു? ഞാനിപ്പോ മീറ്റ് കംപ്ലീറ്റ് നിർത്തി, ഫിഷ് മാത്രം. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ആ ബുക്കിൽ മീറ്റ് കത്തി. ചിക്കൻ ബിരിയാണിക്ക് പകരം ഇപ്പൊ പ്രോൺ ബിരിയാണി കഴിക്കുക. എന്നാലും ബിരിയാണിയുടെ ഒരു ടെംപ്റ്റേഷൻ അല്ലേ? ഇതിൽ പാല് ചേർത്തിട്ടുണ്ടോ? അതെ. ഓ പ്രിയ, പ്രിയക്കാട്ടിലും ഭയങ്കരമായിട്ട് അറിയാട്ടോ. കുരുമുളകുണ്ട് ഉണ്ട് പ്രിയ. ഇതെനിക്കൊരു ഭീഷണിയാവുന്നുണ്ടോ എന്നൊരു സംശയം. ഉപ്പല്ലെങ്കിലും ഉണ്ട്. അയ്യടാ, മെയിൻ ഇൻഗ്രീഡിയന്റ് പറയൂ. ഇത് ഫിഷ് കട്ട്ലറ്റ്. എങ്ങനെയുണ്ട്? ഇത് ഉഗ്രനായിട്ടുണ്ട്. ഇതിന്റെ മീൻ എന്നാന്ന് പറയാവോ? ഉപ്പുണ്ടോ കുരുമുളകുണ്ടോ? ഇത് നെമ്മീനാണ്. ചീറ്റി പോയി. ഇത് നല്ല കൊഴിയാള മീനാണ്. ആണോ? പ്രിയ, അപ്പൊ ചുമ്മാ ജാടൊക്കെ ചോദിച്ചതാണ് ഇതല്ല. ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും ഞാനൊരു പാട്ട് ചേഞ്ചറും ചെയ്തില്ലേ, അമ്മ മഴക്കാറ്. ശരിക്കും അമ്മയോടും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ല, ശരിക്കും അച്ഛനും വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് അമ്മയോടുള്ള പെറ്റ്നസ് കൂടിയിട്ടാണോ? ഒരു മ്യൂസിക് കമ്പോസറായിട്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ അതിന് കാരണം തീർച്ചയായിട്ടും അമ്മയുടെ സപ്പോർട്ടും അമ്മ എന്നിൽ വിശ്വസിച്ചാണ്. അമ്മയുടെ വിശ്വാസം കിട്ടാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഏതൊരു മകനും മകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേരൻസിന്റെ വിശ്വാസം ഉണ്ടാവുക. അത് എനിക്കുണ്ടായി. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി മകൻ മ്യൂസിക്കിലേക്ക് ആണ്? കൊച്ചിലെ മുതലേ 5 വയസ്സ് മുതലേ ഞാൻ പാടും. അമ്മയുടെ കൂടെ അമ്മ വീട്ടിൽ പല കോമ്പറ്റീഷൻസിന് 1-ാം ക്ലാസ് മുതലേ ഞാൻ കോമ്പറ്റീഷൻസിന്, ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, അതുപോലെ റെസിറ്റേഷൻ കോമ്പറ്റീഷൻസ്, അതിനെല്ലാം അമ്മയാണ് വരിക. പകല് എൻ്റെ കൂടെ. ചേട്ടന് ഇഷ്ടമല്ല മ്യൂസിക്? അങ്ങനെ ചേട്ടൻ മൃദംഗവും പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് വളരെ നന്നായിട്ട് വായിക്കും. ചേട്ടനും യൂണിവേഴ്സിറ്റി വിന്നറൊക്കെയാണ്. എനിക്ക് ആ പാട്ടൊന്ന് പാടിത്തരുമോ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവയിൽ പാടത്ത് കനലെറിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. ശരിയല്ലേ? ആ ഓരോ വരികളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിലേക്ക് ലയിക്കാൻ കഴിയും. ഗിരീഷേട്ടന് എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
അതുകൊണ്ടാണ് ഗിരീഷേട്ടൻ ഇങ്ങനെ എഴുതിയെന്ന് പറയായിരുന്നു. അമ്മ മഴക്കാർന്ന്, എൻ്റെ അമ്മയെ ഒരു മഴക്കാരനോട് ഉപമിച്ചുകൊണ്ട് എഴുതിയതാണ്. ശരിക്കും പ്രിയ, ആ അമ്മ ഒരുപാട് എന്താ പറയാ, ഒത്തിരി എന്നാ പറയുന്നത്, ഒരു പെൺകുട്ടി വന്നാലും ആ അമ്മ ഒരിക്കലും ആ കുട്ടിക്കും ആ അമ്മ അമ്മയായിരുന്നു അല്ല. അങ്ങനെ ഞാൻ ഒത്തിരി അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ല, അമ്മയുടെ വേറൊരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് എല്ലാവരോടും, അത് സ്വന്തം മക്കളായാലും ശരി അല്ലെങ്കിൽ ശരി, എല്ലാവരോടും ഒരേ രീതിയിലുള്ള സ്നേഹം. പ്രിയ ആദ്യമായിട്ട് ജയൻചേട്ടൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പം നേരത്തെ അമ്മയ്ക്ക് അറിയാം അല്ലേ ജയൻചേട്ടൻ പ്രിയ ആയിട്ട് ലവ് വന്ന്. ഓക്കെ, അമ്മയോട് വീട്ടിൽ വന്നപ്പോഴേ അമ്മ എങ്ങനെയാണ് ഈ ഒരു വലിയ ബിസിനസ് ടൈക്കൂൺ എടുത്ത് കൈ തന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഐ ഷുഡ് അപ്രിഷിയേറ്റ് ദാറ്റ്. പ്രിയ ഇപ്പോഴും ആ അമ്മയുടെ പേരും എല്ലാം കാത്തു സൂക്ഷിച്ച് നല്ലതായിട്ട് ആ കേറ്ററിംഗ്, അയ്യോ ജയൻചേട്ടാ കഷ്ടമുണ്ട്, കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും നല്ല. അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ വീട്ടില് ഫുൾ ഫുഡിന്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നു, ബേക്കറി കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ പണിയെല്ലാം വീടിന്റെ അടുത്താണ് നടക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമൊന്നും ഒട്ടും ഇൻവോൾവ് ആയിരുന്നില്ല ഇതിൽ. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കുറേ സമയം കിട്ടി. അതുപോലെ ചേട്ടൻ ബിസി ആയപ്പോഴത്തേക്കും പിന്നെ വീട്ടിലൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് പതുക്കെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ നോക്കാൻ തുടങ്ങി. കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് എപ്പോഴും എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഹോസ്റ്റലൊക്കെ നിന്നെങ്കിലും മുമ്മയുടെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അത്യാവശ്യമൊക്കെ. അപ്പം ഗ്രാജുവലിയാണ് അമ്മ ഓരോന്നായിട്ട്, അല്ലാതെ പെട്ടെന്ന് വന്ന ഉടനെ നീ ചെയ്യൂ എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായ സമയത്താണ് ശരിക്കും പറഞ്ഞ് ഞാൻ ഇതിനകത്തോട്ട് സീരിയസ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്ത്. കാരണം ഒരു സിറ്റുവേഷൻ വന്നു, അമ്മ ഒരു ഓർഡർ എടുത്തിട്ട് അമ്മയ്ക്ക് കീമോ ഒക്കെ എടുത്തിട്ട് വയ്യാണ്ട് വന്ന് കിടക്കുന്ന സമയത്ത് ഒരു വീട്ടുകാർ വിളിച്ചിട്ട് എത്ര മണിക്ക് ഫുഡ് കൊടുത്തയക്കും എന്ന് ചോദിച്ചു എന്നോട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അന്ന് ഓർഡർ അമ്മ എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കീമോ എടുത്തിട്ട് വന്ന് കിടന്ന സമയമായതുകൊണ്ട് അമ്മ അതങ്ങ് മറന്നുപോയി. ശരിക്കും പറഞ്ഞ ഒരു 1.5 അവറിനുള്ളിൽ തന്നെ ഞാൻ തന്നെ അത് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് മാറാൻ പറ്റില്ല, കല്യാണ വീട്ടിൽ കൊടുക്കേണ്ട ഫുഡാണ്. ശരിക്കും അന്നാണ് എനിക്കിത് വളരെ സീരിയസ് ആയിട്ട് അമ്മയുടെ ഒരു ഹെൽത്ത് കണ്ടീഷനും മനസ്സിലായത്. മാത്രമല്ല ഞാൻ ഈ ജോലിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. ശരിക്കും അവിടെ വെച്ചിട്ടാണ് ഞാൻ തീരുമാനിച്ചത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു. കാരണം അമ്മയ്ക്ക് വയ്യാണ്ട് കിടന്ന സമയത്തും ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ കൊടുത്തയക്കുന്ന ഫുഡിനെ കുറിച്ചും. അമ്മ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ്, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാണ്ടായപ്പോഴും അമ്മ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും ഈ ഫുഡിനെ കുറിച്ചും കേറ്ററിങ്ങിനെ കുറിച്ചും ബേക്കറിയെ കുറിച്ചും ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് പിന്നെ ഇതങ്ങ് ചെയ്യാമെന്ന് തീരുമാനിച്ച് മുമ്പോട്ട്. ഇത്രയും വലിയൊരു ചുമതല പ്രിയ ഏറ്റെടുത്തപ്പം ഉള്ള ഇതെന്തായിരുന്നു? പേടിയായില്ലേ? അല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓരോ കാര്യങ്ങൾ പലതും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വന്ന് അമ്മയടുത്ത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഈ മരുന്നൊക്കെ കഴിച്ചിട്ടൊരു സെഡേഷനൊക്കെ ഉണ്ടാവും. എന്നാലും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മ ഉറങ്ങിപ്പോവും. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ എപ്പോഴും വിചാരിക്കും അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എന്തോ. അത് പിന്നെ പഠിക്കുകയും കൂടുതൽ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ അമ്മയുടെ ശിഷ്യയാവാൻ പറ്റിയെന്നാണ്. ദർ ഇസ് സംതിങ് വെരി റെയർ. അമ്മയ്ക്ക് അങ്ങനെ കൂടുതൽ ശിഷ്യന്മാരൊന്നുമില്ല. കുറച്ച് പേരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ പലപ്പോഴും. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇത് കാണുന്നത്. ഇറ്റ് ഇസ് നോട്ട് ആസ് എ ബിസിനസ് അലോൺ. ഓഫ് കോഴ്സ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഉണ്ട് അതിൽ. പക്ഷേ മേജർ നമ്പർ 1 ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അമ്മ കത്തിച്ചു വെച്ച ഒരു വിളക്കുണ്ട്, അത് അണയാതെ അതിൻ്റെ എല്ലാ സംശുദ്ധതയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മ്യൂസിക്കിലാണെങ്കിലും അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു മ്യൂസീഷ്യൻ ആവാനാണ് ഞാൻ എൻ്റെ വഴി അങ്ങനെ തിരഞ്ഞെടുത്തത്. അതുപോലെ പ്രിയ കേറ്ററിങ്ങിലാണെങ്കിലും അത് തന്നെ വേണം, അതല്ലാതെ നമുക്കിത് വേണ്ട എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുന്നത്. അത് തലമുറകളായിട്ട് പോട്ടെ പ്രിയ. ഇപ്പം പ്രിയ വന്ന് അത് ഏറ്റെടുത്തു, ഇനി പ്രിയയുടെ മരുമോള് വന്ന് ഏറ്റെടുത്ത് അതിങ്ങനെ തലമുറയായിട്ട് ഏറ്റവും സക്സസ്സിലേക്ക് എത്തട്ടെ. അപ്പം അമ്മ തുടങ്ങി വെച്ചത് അണയാത്തൊരു വിളക്കായിട്ട് തന്നെ അത് മുന്നോട്ട് പോട്ടെ അല്ലേ പ്രിയ? പ്രിയോട് ചോദിക്കട്ടെ, പ്രിയ പിള്ളേര് ഒന്ന് കഴിച്ചോട്ടെ. ഒരു മിനിറ്റ്. മുത്തിയാളിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാർ ബസീലിയസിൽ ചേർന്നു. ഇളയവൻ 8ാം ക്ലാസ്സിൽ. ഓക്കെ, ഇതിൻ്റെ നമുക്ക് AR റഹ്മാൻ സാർ അല്ലേ, അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ വന്ദേ മാതരം എത്തിച്ചിട്ടുണ്ട്. ജെയിൻ ചേട്ടന് എപ്പോഴാ വെള്ളം വേണോ?
എ റഹ്മാൻ ഒരു ജനറേഷൻ്റെ സംഗീത താല്പര്യങ്ങളെ മാറ്റി എഴുതിയ ആളാണ്. സച്ച് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ട്രാൻസിഷൻ ഉണ്ട് ഇവിടെ മ്യൂസിക്കിനെ ഉണ്ടാക്കിയപ്പോൾ. അങ്ങനെ ചില ആൾക്കാർ മാത്രമേ ഐക്കോൺസ് ആവുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് ആ രീതിയിൽ കാണുന്നു. ഞാൻ അത്രയും വലിയൊരു ഐക്കോണാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഈവൻ ദോ അദ്ദേഹത്തിൻ്റെ സംഗീതം എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സംഗീതമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ വേറൊരു കാര്യം ഞാൻ അദ്ദേഹത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, അദ്ദേഹം എത്ര ഹംബിളാണെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയിട്ടും സച്ചിൻ തെണ്ടുൽക്കറിൽ ഞാൻ അതേ ഒരു ക്വാളിറ്റി കാണാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പിന്നെ അവർ കേവലം മനുഷ്യനായതുകൊണ്ട് ചില സമയത്ത് ഈഗോ ഒക്കെ ഉണ്ടാവും. ദാറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. പക്ഷേ ജിൻചേട്ടൻ അങ്ങനെയില്ല. യു ആർ എ സിമ്പിൾ പേഴ്സൺ, സിമ്പിൾ ആൻഡ് ഹംബിൾ. ഞങ്ങളൊക്കെ വിലയിരുത്തിയിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. എന്തായാലും കണ്ടില്ലേ സാറിൻ്റെ വിശേഷങ്ങളല്ല, ജിൻചേട്ടൻ്റെ വിശേഷങ്ങളും പ്രിയയുടെ വിശേഷങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരുപാട് പറഞ്ഞു. ആഹാരം കഴിക്കണം, ഫുള്ളും തീർക്കണേ പ്രിയ, ഇനി ടെൻഷൻ വേണ്ട. ഒത്തിരി വിശേഷങ്ങൾ അറിഞ്ഞു നമ്മള്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ രുചികളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.